ഇത്രയും കാലം ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനത്തിനായി കേരളത്തിലെ ഇടതു വലത രാഷ്ട്രീയക്കാർ തരം പോലെ എടുത്തുപയോഗിച്ച ഹമാസ് പ്രീണനം ഇപ്പോൾ കേരളത്തിൻ്റെ സുരക്ഷയെയും അഖണ്ഡതയെയും തകർക്കുന്ന വിധത്തിൽ പരസ്യമായി കേരള സമൂഹത്തിലേക്ക് വ്യാപിക്കുന്ന ഭയാനകമായ കാഴ്ചകളാണ് പാലക്കാട് തൃത്താലയിൽ നിന്ന് കാണുന്നത്. തൃത്താല നേർച്ച എന്നറിയപ്പെടുന്ന ഇസ്ലാമിക ആചാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരുപറ്റം ആളുകൾ ചേർന്ന് ഇസ്രായേൽ തീർത്തു കളഞ്ഞ ഹിസ്ബുള്ള തീവ്രവാദി നേതാവ് ഹസൻ നസ്രുള്ളയുടെയും ഹമാസ് നേതാക്കന്മാരായ യഹിയ സിൻവറിൻ്റെയും ഇസ്മായിൽ ഹനിയയുടെയും ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലുള്ള ഭീകരമായ സന്ദേശം നൽകിയത്. തൃത്താലയിലെ മോസ്കിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരുന്ന ഉറൂസ് എന്ന മരണാനന്തര ആണ്ട് നേർച്ച ഇപ്പോൾ എല്ലാ മതസ്ഥരും ഭാഗഭാഗുകളായിട്ടാണ് നടത്തുന്നത്. അവിടെയാണ് കിഡ്നാപ്പിങ്ങുകൾ നടത്തിയും വയോവൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെയും കൊന്നുതള്ളിയും ഗർഭിണികളെ അറപ്പില്ലാതെ വയർപ്പിളർന്ന് ഇല്ലാതാക്കിയും മൃതദേഹത്തെ പോലെ അപമാനിക്കുന്ന ക്രൂരകൃത്യങ്ങൾ ചെയ്തു കൂട്ടിയും നിരപരാധികളെ തട്ടിക്കൊണ്ടുപോയി തടവറയിലിട്ട് ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്ത പതിറ്റാണ്ടുകളായി മധ്യപൂർവേഷ്യ ഭീകരതയുടെ ഹബ്ബാക്കി മാറ്റിയ ഹമാസ് എന്ന ആഗോള ഭീകരവാദികളെയും ഒപ്പം ഹിസ്ബുള്ള തീവ്രവാദികളെയും പിന്തുണച്ചുകൊണ്ട് അവർക്ക് ആണ്ടുനേർച്ച കഴിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാർ എത്തിയത് അതിപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വിവാദമായിരിക്കുകയാണ്. തറവാടീസ് തെക്കേ ഭാഗം എന്ന തലക്കെട്ടുള്ള ഫ്ലെക്സിൽ നസറുള്ളയുടെയും സിൻവറിൻ്റെയും ഫോട്ടോയും മിന്നൽപ്പട പവർ എന്നൊരു ഫ്ലെക്സിൽ ഹനിയയുടെയും ഫോട്ടോ ചേർത്ത് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തൃത്താലയിൽ ഹമാസ് മാനസന്മാർ ആഗോള തീവ്രവാദികൾക്ക് ആണ്ടുനേർച്ച കഴിച്ചത്. ഇതുകൂടാതെ ഈ ഭീകരന്മാരുടെ ചെറിയ ചിത്രങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊച്ചുകുട്ടികളെയും ഘോഷയാത്രയിൽ അണിനിരത്തിയിരുന്നു. എല്ലാം കണ്ട് സമാന ചിന്താഗതിക്കാർക്ക് ആവേശമുണ്ടാകുകയും അവർ കോറസായി ആർത്തു വിളിക്കുകയും ചെയ്തെങ്കിലും സംഗതി വിവാദത്തിന് വഴിമാറുകയും തീവ്രവാദികളുടെ ഫോട്ടോ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചതിന് ഫെസ്റ്റിവൽ സംഘാടകരെ പലരും ചോദ്യം ചെയ്ത് മുന്നോട്ട് വരികയും ചെയ്തു. ഈ ഘോഷയാത്രയിൽ 3000-ഓളം ആളുകൾ പങ്കെടുത്തിരുന്നു. പരിപാടിയിൽ മന്ത്രി MP രാജേഷ്, കോൺഗ്രസ് നേതാവ് VT ബൽറാം തുടങ്ങിയവർ പങ്കെടുത്തതിനെ ചുറ്റിപ്പറ്റിയും ഇപ്പോൾ വിവാദങ്ങൾ അരങ്ങേറിയിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിനെ തുടർന്ന് യുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാലസ്തീനെ പിന്തുണച്ച് കേരളത്തിലെ ഇസ്ലാമിക വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ ഇടതരും വലതരും നടത്തിയ നീക്കങ്ങളാണ് കേരളത്തിലെ ചിഹ്ന ഹമാസന്മാർക്ക് മോട്ടിവേഷനായത്. അവർ ആ ഒക്ടോബറിൽ തന്നെ ഹമാസ് തീവ്രവാദികളുടെ നേതാക്കന്മാരിൽ പ്രമുഖനായ ഖാലിദ് മാർഷലിനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മലപ്പുറത്ത് കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചാണ് ആവേശം തീർത്തത്. ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന ആ സംഘാടകർ അന്നുയർത്തിയ മുദ്രാവാക്യം ഹിന്ദുത്വത്തെയും വർണ്ണവിവേചന സയനിസത്തെയും വേരോടെ പിഴുതെറിയുക എന്നുള്ളതായിരുന്നു. അന്ന് വിസ ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് മാർഷൽ എന്ന ഹമാസ് ഭീകരൻ ഉടലോടെ കേരളത്തിലെത്താതിരുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ആഗോള ഭീകരവാദിയായ ഒരു ഹമാസ് നേതാവിൻ്റെ പ്രസംഗത്തിന് തോക്കും പിടിച്ച് കാവൽ നിൽക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് കേരള പോലീസ് തരം താണു പോകുമായിരുന്നു. അതിനുശേഷമാണ് കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇസ്രായേലിനെതിരായ ഭീകരരുടെ പോരാട്ടത്തിൻ്റെ പേരായ ഇൻതിഫാദ എന്ന ക്യാപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഹമാസ് പ്രേമം തുറന്നു കാട്ടിയത്. അതന്ന് വലിയ വിവാദമാകുകയും ചെയ്തിരുന്നു. തുടർന്ന് കർശനമായ നിർദ്ദേശവുമായി രംഗത്ത് വന്ന കേരള വാഴ്സിറ്റി VC മോഹനൻ കുന്നുമ്മൽ ഇൻതിഫാദ എന്ന ക്യാപ്ഷൻ യുവജനോത്സവത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് കേരളത്തിലെ വിദ്യാർത്ഥി വോക്കിസ്റ്റുകൾ അതിന് വഴങ്ങിയത്. ഇടതു വലത് പാർട്ടികൾ വെട്ടിത്തുറന്ന പാതയിലൂടെ കേരളത്തിലെ ഹമാസ് പ്രേമികൾ ഇപ്പോൾ ബഹുദൂരം മുന്നേറിയതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇതെല്ലാം. താൽക്കാലിക ലാഭത്തിനു വേണ്ടി തീവ്രവാദത്തെ കൂട്ടിപ്പിടിച്ചത് ഇപ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വിള്ളൽ വീഴ്ത്തുന്ന സംഭവമായി മാറിയിരിക്കുകയാണ്. മതേതര കേരളത്തിൻ്റെ സാംസ്കാരിക വീഥികളിൽ തീവ്രവാദികളെ ആനപ്പുറത്തേറ്റ് എഴുന്നള്ളിക്കാമെങ്കിൽ ഇന്ത്യയിൽ എന്തുകൊണ്ട് മറ്റൊരു ഒക്ടോബർ 7 ആവർത്തിച്ചുകൂടാ എന്ന കാര്യം ഗൗരവമായി തന്നെ ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അത്തരം സൂചനകൾ ഉറപ്പിച്ചുകൊണ്ടായിരിക്കുമല്ലോ പാക് അധീന കാശ്മീരിൽ കഴിഞ്ഞ ദിവസം പാക് ഭീകരരുടെ സമ്മേളനത്തിന് ഹമാസ് തീവ്രവാദികൾ വന്നുപോയത്. പോപ്പുലർ ഫ്രണ്ടിനെ തള്ളിപ്പറയുന്ന വലിയ മതേതരവാദികളായ മുസ്ലിം ലീഗിനും ഇസ്ലാമിലെ മിതവാദികൾക്കും ഹമാസ് തീവ്രവാദി നേതാക്കന്മാരെ
ആനപ്പുറത്തേറ്റ് എഴുന്നള്ളിച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നറിയാൻ കേരള സമൂഹം കാതോർത്തിരിക്കുകയാണ്. കേരളവും ഹമാസ് ഭീകരരുമായി എന്ത് ബന്ധമാണുള്ളതെന്നും ഇത്തരം പിത്തലാട്ടങ്ങൾ കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും ആശങ്ക ഉയരുകയാണ്. ഇത്തരത്തിൽ ഒരുപറ്റം ആൾക്കാർ തീവ്രവാദികൾക്ക് കുഴലൂതുമ്പോൾ ആ സ്പേസിലൂടെ ഹമാസും IS എല്ലാം കേരളത്തിൽ വേരുറപ്പിക്കുമെന്ന കാര്യം ആരും വിസ്മരിച്ചുകൂടാ.